നുറുക്ക് ഗോതമ്പ് റവയും വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ടേസ്റ്റി ആയിട്ടുള്ള പായസം എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ഇത് നമ്മൾ പാലിൻ്റെ പാക്കറ്റ് എടുത്തിട്ടുണ്ട്, 4 ഏലക്കൻ്റെ കുരുത് പോലെ എടുത്തിട്ടുണ്ട്, 4 ശർക്കരൻ്റെ അച്ചെടുത്തിട്ടുണ്ട്, ഒരു 1/4 കപ്പോളം ഇതാ റവ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ നുറുക്ക് ഗോതമ്പ് 1 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ. അതിനായിട്ട് ഇതാ 1 കപ്പ് നുറുക്ക് ഗോതമ്പ് ഇതുപോലെ ഒരു ബൗളിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ അതുപോലെ ഒന്ന് കഴുകിയിട്ട്, അപ്പോൾ അത് നല്ലപോലെ കഴുകിയെടുക്കുമ്പോൾ നല്ല വേസ്റ്റോ ഒക്കെ ഉണ്ടാവും ഇതിൽ. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ഒഴിവാക്കുകയാണ്. ഒരു 2-3 പ്രാവശ്യം നമ്മളത് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അതാ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 3 വിസിലിന് ഇത് വേവിച്ചെടുക്കുകയാണ്. അപ്പോഴേക്കും നമ്മളിതാ ഒരു പാത്രത്തിലേക്ക് 4 അച്ച് ശർക്കര ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചിട്ട് ഇതൊന്ന് ശർക്കര ലായനിയാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ അത് 3 വിസിലിന് ശേഷം നമ്മളതിലത്തെ പ്രഷറൊക്കെ പോയിട്ട് നമ്മുടെ ഗോതമ്പ് നോക്കുമ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ശർക്കര ലായനി ഒരരിപ്പ് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പി തന്നെയാണ്. എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഇനി ഗ്യാസൊക്കെ ഓഫാക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് 1/4 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ റവയും കൂടെ ഇട്ടിട്ട് നമ്മളിതുപോലെ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ തീ കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ ഗോതമ്പത്തിൻ്റെ ഈ ചൂട് തന്നെ കിടന്നിട്ട് നമ്മുടെ റവ ഇതുപോലെ ഒന്ന് മിക്സ് ആയിക്കോളും. അതിനുശേഷം നമ്മൾ ഗ്യാസ് ഒന്നുകൂടെ കത്തിച്ചതിന് ശേഷം ഇതാ നമ്മൾ എടുത്തു വെച്ച മിൽമ പാൽ 1 പാക്കറ്റ് മുഴുവനായിട്ടും ഇതിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ലൂസായി കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താൻ മറന്നു പോകരുതേ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച 4 ഏലക്കൻ്റെ കുരുവാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നല്ല പോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കും. മധുരം ബാലൻസ് ചെയ്യാനായിട്ട് മാത്രമാണ്. ഇനി എല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് നെയ്യിൽ കാഷ്യൂനട്ടും അതുപോലെ തന്നെ കിസ്മിസും ചേർത്ത് ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുമ്പോൾ കണ്ടോ പാകത്തിന് ലൂസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കൂടുതൽ ലൂസ് വേണം വെച്ചാൽ പാൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ലൂസാക്കി എടുക്കുക. ടൈറ്റ് വേണമെങ്കിൽ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഒന്ന് വറ്റിച്ചെടുത്താലും മതി. ഞങ്ങൾക്ക് ഈ ലൂസാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ആയിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പെട്ടെന്നൊരു പായസം കുടിക്കണം തോന്നിയാൽ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോവല്ലേ. ഇതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള വീഡിയോസിൻ്റെ ചാനലിൽ മുമ്പും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ചാനലിൽ കയറി കണ്ടത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറന്നു പോവല്ലേ. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.